മാർക്കോ. ഇന്ന് സംസാരിക്കാൻ പോകുന്ന മാർക്കോയെ കുറിച്ചാണ്. പിന്നെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. മാർക്കോ കണ്ടവർ മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ചെറുതായിട്ട് സ്പോയിലർ അടിക്കും. അപ്പോൾ മാർക്കോ കാണാത്തവർ മാർക്കോ കണ്ടതിന് ശേഷം വീഡിയോ കാണുക. മാർക്കോ സിനിമ കണ്ടവർക്കെല്ലാം ഉള്ള ഒരു ഡൗട്ടാണ്, മാർക്കോ ഇതാണെങ്കിൽ അപ്പൊ മിഗായൽ എന്തുവാ, അതുമായിട്ട് എന്ത് ബന്ധം, ക്ലൈമാക്സ് സ്റ്റേജിൽ എന്താ സംഭവം, അങ്ങനെ ഒരു കുന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോ തുടങ്ങാം. 2019 ഹനീഫ് ഫഹദിനെ സംവിധാനം ചെയ്ത് റിലീസിനെത്തിയ ഒരു മാസ് ആക്ഷൻ സിനിമയായിരുന്നു മിഗായൽ. മിഗായൽ എന്ന തിയേറ്ററിൽ അത്ര വർക്ക് ആയില്ലെങ്കിലും പടത്തിലെ വില്ലൻ നന്നായിട്ട് വർക്കായി. ഉണ്ണിബോധനായിരുന്നു സിനിമയിൽ മാർക്കോ ജൂനിയറായി എത്തിയിരുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമുക്ക് വലിച്ചു നീട്ടാതെ ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വരാം. മിഗായൽ ഒരു പരാജയമായിരുന്നെങ്കിലും മാർക്കോ ജൂനിയർ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ആ ഒരു ക്യാരക്ടറിൽ ഒരു തിയേറ്ററിൽ സ്റ്റഫ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് മാർക്കോയ്ക്ക് ഒരു സെപ്പറേറ്റ് പടം എന്നൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. അങ്ങനെയാണ് 5 വർഷത്തിന് ശേഷം മാർക്കോയ്ക്ക് ഒരു സ്പിൻ ഓഫ് കൊണ്ടുവരുന്നത്. ഈ സ്പിൻ ഓഫ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പടത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ പ്രീക്വൽ സീക്വൽ ആയിരിക്കും എന്ന് വിചാരിച്ചു. അതായത് മിഗായലിൽ കണ്ട അതേ മാർക്കോ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ മാർക്കോയിൽ കണ്ടത് മറ്റൊരു മാർക്കോയാണ്. മിഗായലിലെ മാർക്കോ ജൂനിയർ ഈ മാർക്കോയും തമ്മിൽ ഒരു ബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്പിൻ ഓഫ് അല്ല. ഈ സ്പിൻ ഓഫ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിന്റെ വേൾഡ് ഒരു സ്റ്റാൻഡ് അലോൺ ആണ്. അതായത് മറ്റൊരു കഥയിലേക്ക് വന്ന ഒരാളുടെ റിയൽ സ്റ്റോറി അഥവാ റിയൽ വേൾഡ്. പക്ഷെ മാർക്കോയിലേക്ക് വരുമ്പോൾ അതങ്ങനല്ല. ഇത് മറ്റൊരു വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് ആണ്, പുതിയൊരു വേൾഡ് ബിൽഡിംഗ്. ശരിക്കും പറഞ്ഞാൽ മാർക്കോയിലും മിഗായലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന മൂന്നേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 1 അഡാട്ട്, 1 ജോർജ് പീറ്റർ, 3 മാർക്കോ. ഈ 3 പേരുകൾ മാത്രമേ മിഗായലുമായി ബന്ധമുള്ളൂ, അല്ലാതെ ഒരു ബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ആര്യ 2 പോലെ ഈ ആര്യ, അജയ്, ഗീത ഈ 3 പേരുകൾ മാത്രം എടുത്ത് അവർ പാർട്ട് 2 ഇറക്കി വിട്ടത്. അതുപോലെ തന്നെയാണ് ഇതും. വേണമെങ്കിൽ ഒരു രസത്തിന് മിഗായലിന്റെ പാരലൽ വേൾഡിലുള്ള ഒരു മാർക്കോയാണിതെന്നൊക്കെ പറയാം. അതൊരു പടം തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൺഫേം ചെയ്തായിരുന്നു. ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ടായിരുന്നു, കണ്ട. അതായത് തിരഞ്ഞെടുത്ത ഒരു സിനിമയിലെ കഥാപാത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു സ്വതന്ത്ര സൃഷ്ടിയാണ് ഈ സിനിമ. ഏതെങ്കിലും സിനിമയുടെ മുൻഭാഗമോ തുടർച്ചയോ അല്ല. ഞങ്ങൾ പരിചിതമായ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തുമ്പോഴും ഈ കഥയും ഇതിലെ കഥാപരിസരവും ഈ സിനിമയുടെ മാത്രമായി മനസ്സിലാക്കുക. മാർക്കോ തുടങ്ങുന്നതിന് മുന്നേ ഇതുപോലൊരു ഡിസ്ക്ലെയിമർ കൊടുത്തെന്നൊക്കെയാ പറയുന്നത്. ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ 2 വട്ടം പടം കണ്ടിട്ടും ഇത് മാത്രം കണ്ടില്ല. പിന്നെ ഈ പടത്തിന് ഏതെങ്കിലും രീതിയിൽ മിഗായലുമായി കണക്ഷൻ വരുമോ എന്നൊക്കെ ചോദിച്ചാ ഈ ഒരു വേൾഡിൽ അതുപോലൊരു പരിപാടി പിടിക്കാം. ഈ ക്യാരക്ടർ റിപ്പീറ്റ് പാരഡോക്സ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നിവിൻ പോളിയൊക്കെ വീണ്ടും കൊണ്ടുവരാം മറ്റൊരു രീതിയിൽ. അപ്പോ അതിനൊരു ലീഡ് മാർക്കോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. പടത്തിന്റെ ടെയിൽ എൻഡ് എന്ന് പറഞ്ഞ് ക്ലൈമാക്സിൽ വന്ന നിവിൻ പോളിയാണെന്നല്ല, അവിടെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സങ്കല്പിക്കാം. ഈ മാർക്കോ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും സക്സസ് ആയ ഒരു പടം ആയതുകൊണ്ട് ഇതിനൊരു സീക്വൽ വരുമ്പോ ആ ഒരു ലീഡില് ഒരു മൾട്ടി സ്റ്റാർ കാസ്റ്റിന് സ്കോപ്പ് ഉണ്ട്. ഇനി കഥയിലേക്ക് വന്ന മാർക്കോ ഒരു വൻ ഗോൾഡ് കാത്തലാണ്, അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന ഒരു പരിപാടിയാണ്. മാർക്കോയുടെ അഡാപ്റ്റ് ഫാമിലിക്ക് ഓപ്പോസിറ്റായി നിൽക്കുന്നത് ടോണി ഇസാക്കിന്റെ ഫാമിലിയാണ്. ടോണി ഇസാക്കിന്റെ മോൻ റസൽ മാർക്കോയുടെ ബ്രദർ വിക്ടറിനെ കൊല്ലുന്നു. ഇതിനു പകരം മാർക്കോ ടോണി ഇസാക്കിനെ കൊല്ലുന്നു. ടോണി ഇസാക്കിനെ കൊന്നതുകൊണ്ട് മോൻ റസൽ ടോണി ഇസാക്കിന്റെ ഡിങ്കോൾഫി മോൻ സൈറസിനെ കൊണ്ടുവന്ന് മാർക്കോയുടെ മൊത്തം ഫാമിലി കൊന്നു കളയുന്നു. ഇത് കാരണം നമ്മുടെ മാർക്കോ റസലിനെ ചങ്ക് പറിച്ച് സ്നേഹിക്കുന്നു, സൈറസിനെ വറുത്തെടുക്കുന്നു. അങ്ങനെ മാർക്കോയ്ക്ക് ഇപ്പൊ ആകെയുള്ളത് വിക്ടറിന്റെ ആ കുട്ടി മാത്രമാണ്. വില്ലന്മാർ ഇനി ഉണ്ടെങ്കിൽ അവരുടെ ടാർഗറ്റ് ആ കുട്ടിയാണ്. അങ്ങനെ നേർച്ച വെച്ച പോലെ ടെയിലന്റിൽ കുറച്ച് കാറുകൾ വരുന്നു. കാറിൽ നിന്ന് ഒരു കൈ കാണിക്കുന്നു. അത് ആരാണെന്ന് റിവീൽ ചെയ്തിട്ടില്ലെങ്കിലും അയാൾ ആർക്ക് വേണ്ടി വന്നതാണെന്ന് ആ കാറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. മാർക്കോ ഇപ്പൊ തിയേറ്ററിൽ ഓടുന്ന പടം ആയതുകൊണ്ട് നമുക്കത് എടുത്ത് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കേക്ക് മാത്രമേ നിവർത്തിയുള്ളൂ. ഇനി നിങ്ങൾ പടം കാണുമ്പോ ശ്രദ്ധിച്ചാൽ മതി, ആ കാറിൽ ഒരു എംബ്ലം ഉണ്ടായിരുന്നു, ഒരു ഇല്ലൂമിനാറ്റി പോലൊരു എംബ്ലം. അത് ടോണി ഇസാക്കിന്റെ എംപയർ ആണ്. പടത്തിന്റെ ആദ്യം മുതൽ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. മാർക്കോ ആ ഒരു എംപയർ ലോഗോയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ഫ്രെയിം ഒക്കെ പടത്തിലുണ്ട്. ഇനി കാണുമ്പോ ശ്രദ്ധിച്ചാൽ മതി. അപ്പോ ലാസ്റ്റ് ആ കാറിൽ വന്നത് ടോണി ഇസാക്കിന്റെ മറ്റൊരു മകനായിരിക്കും. ഇപ്പോ മാർക്കോ 2 ഉറപ്പായി ഉണ്ടാവുമെന്ന് കൺഫേം ചെയ്തു. അപ്പോ ടെയിലന്റിൽ നിന്നായിരിക്കും മാർക്കോ 2 തുടങ്ങുന്നത്. ആ ലാസ്റ്റ് വന്ന വില്ലനായി ഇനി ആര് വരുമെന്ന് ചോദിച്ചാ മാർക്കോയ്ക്ക് അത്രത്തോളം കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റിയൊരു ഡെയർ ഡെവലിനെ തന്നെ കൊണ്ടുവരേണ്ടി വരും. എന്നല്ല, കൊണ്ടുവരണം, വന്നേ പറ്റൂ. അപ്പോ ആ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള യൂത്ത് സ്റ്റാർസ് വരെ വന്നേക്കാം. അവിടെ ഞാൻ നിവിൻ പോളിയെ വെച്ച കാര്യം, റീസെന്റ് ആയിട്ടൊരു ഇന്റർവ്യൂല് നിവിൻ പറഞ്ഞിരുന്നു ഒരു പക്ക വയലന്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് റോള് ചെയ്യണമെന്നുണ്ടെന്ന്. അങ്ങനെയുള്ളപ്പോ എങ്ങനെ ആവാലോ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്.
മാർക്കോ സിനിമയെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. മാർക്കോയിൽ ഒരു ഹിഡൻ സ്റ്റോറി ഉണ്ട്. അത് ഭയങ്കര രസമായിട്ട് പടത്തിന്റെ ടൈറ്റിൽ കാർഡിൽ തന്നെ കാണിക്കുന്നുണ്ട്, ബ്ലഡ് സോങ്ങില്. അതായത് നമ്മുടെ മാർക്കോയുടെയും അഡാട്ട് ഫാമിലിയുടെയും ചരിത്രം. ഇത് നമ്മളന്ന് മാർക്കോയുടെ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്. മാർക്കോ സ്റ്റാർട്ടിങ്ങില് ടൈറ്റിൽ കാർഡിൽ തന്നെ ഒരു സ്റ്റോറി കാണിക്കുന്നുണ്ട്, ഒരു ഫാമിലി ട്രീയും അതിലേക്ക് എങ്ങനെ മാർക്കോ എത്തിച്ചേരുന്നെന്നും. ഇനി ഈ മാർക്കോയുടെ ഫാമിലി എന്ന് പറയുന്നത് അവര് ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോർഡ് മാർക്കോ. ഈ ഫാമിലി ട്രീ ആരംഭിക്കുന്നത് ലോർഡ് മാർക്കോയിൽ നിന്നാണ്. ഈ ലോർഡ് മാർക്കോ എന്ന് പറയുന്ന പുള്ളി നമ്മുടെ മാർക്കോയുടെ ഗ്രാൻഡ് ഫാദർ ആണ്, അപ്പൂപ്പൻ. ഈ ലോർഡ് മാർക്കോ ഒരു ബ്രിട്ടീഷുകാരനാണ്. കാരണം അന്ത്യകാലത്ത് ഈ പേരിന് മുമ്പിൽ ലോർഡ് പദവി നൽകിയിരുന്നത് ബ്രിട്ടീഷ് അധികാരികൾക്ക് മാത്രമായിരുന്നു. അങ്ങനെയുള്ളപ്പോ ഈ ലോർഡ് മാർക്കോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ഒരു പദവിയിൽ ഇരുന്ന ആളായിരിക്കണം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിന്ന് തിരിച്ചു മടങ്ങി പോവാതെ പുള്ളി കേരളത്തിൽ തന്നെ കൂടി. അങ്ങനെയുള്ള പുള്ളിയുടെ തലമുറകളാണ് പീറ്റർ ടി മാർക്കോയും ജോർജ് പീറ്ററും ഒക്കെ. അപ്പോ ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത് ഇവരൊരു ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. അങ്ങനെ ആ ഫാമിലിയിലേക്ക് ജോർജ് പീറ്ററിന്റെ ഫാദർ പീറ്റർ ടി മാർക്കോ എവിടുന്നോ കൊണ്ടുവന്ന് താമസിപ്പിച്ച അനാഥ ചിക്കന് അപ്പൂപ്പൻ ലോർഡ് മാർക്കോയുടെ പേരും കൊടുത്ത് മകനായി വളർത്തി. ഈ മാർക്കോ എവിടുന്ന് വന്നൊക്കെ ടൈറ്റിൽ കാർഡിൽ തന്നെ കാണിക്കുന്നുണ്ട്. മാർക്കോയുടെ യഥാർത്ഥ ഫാമിലിക്ക് എന്ത് പറ്റിയെന്നും കാണിക്കുന്നുണ്ട്. അവിടുന്നാണ് പീറ്റർ ടി മാർക്കോ മാർക്കോയെ കൊണ്ടുവരുന്നത്. മാർക്കോയെ എല്ലാവരും അനാഥൻ, ദത്തപുത്രൻ എന്ന് പറയുമ്പോഴും ലോർഡ് മാർക്കോയുടെ ബ്ലഡ് ലൈൻ വന്ന് അവസാനിക്കുന്നത് മാർക്കോയിലാണെന്നും ടൈറ്റിൽ കാർഡിൽ കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ലോർഡ് മാർക്കോയുടെ ബ്ലഡ് തന്നെയാണ് മാർക്കോയും. അതാണ് ആ പാട്ടിന് വരെ ബ്ലഡ് എന്ന് തന്നെ പേരിട്ടത്. അതുകൊണ്ടാവാം മാർക്കോ എന്നുള്ള പേര് അവന് തന്നെ കൊടുത്തതും. ഏതെങ്കിലും ഒക്കെ ഡിങ്കോൾഫി ആയിരിക്കും. ഈ ഒരു വേൾഡ് ബിൽഡിംഗ് തന്നെ വൻ നൈസ് ആണ്. മാർക്കോ എന്നുള്ള ക്യാരക്ടറിന് മാത്രമല്ല, ആ ഒരു ലോർഡ് മാർക്കോ എന്നുള്ള ബ്ലഡിന് വരെ കൊടുത്തേക്കുന്ന ബിൽഡപ്പ് ഉണ്ടോ. ആ ഒരു ബ്ലഡിന് പോലും പവർഫുൾ ആയിട്ടുള്ള ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയാനാണെങ്കിൽ പടത്തിലൊരു ചാകര തന്നെ ഉണ്ട്. പക്ഷെ പറയുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം പടം ഇപ്പോ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. അപ്പോ പടം OTT വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡീകോഡ് ചെയ്യാം.